കൊച്ചിയിലെ വെള്ളക്കെട്ടിന് ഇടതെന്നോ വലതെന്നോ വ്യത്യാസമില്ലാതെ ഭരിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. മറുപടി തന്നേ തീരൂ. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ഭരിക്കുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. 2018 പ്രളയം കണ്ട് മനസ്സ് മരവിച്ച ജനങ്ങളാണ് നമ്മൾ. നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം എടുത്തു നോക്കിയാൽ മനസ്സിലാകും സർക്കാരിന്റെ അശ്രദ്ധ കൊണ്ട് ഇല്ലാതായത് എത്ര ജീവനുകളാണെന്ന്, എത്ര പേരുടെ സ്വപ്നങ്ങളാണെന്ന്. അതൊരു പാഠമായിരുന്നു. പലതും മനസ്സിലാക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനുമുള്ള പാഠം. എന്നിട്ടും പഠിച്ചില്ല, പഠിക്കുകയുമില്ല. അതങ്ങനെയാണ്. മഴയെ തടയാൻ നമുക്ക് പറ്റില്ല, കണ്ണും പൂട്ടി സമ്മതിച്ചു തരുന്നു. പക്ഷേ ഈ മഴവെള്ളം കൊണ്ടുണ്ടാകുന്ന വെള്ളക്കെട്ട്, അതിനെ തടയാൻ പറ്റുമായിരുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? 2018 നേരിട്ടത് വലിയൊരു ദുരന്തം തന്നെയായിരുന്നു. എന്നിട്ടും ആ ദുരന്തത്തെ ഒരു പാഠമായി പോലും ഉൾക്കൊള്ളാതെ 2024 കേരളത്തെ വീണ്ടും പ്രളയത്തിലേക്ക് കടത്തിവിടുകയാണ്. കേരളത്തിന്റെ മുക്കാൽ ഭാഗവും വെള്ളത്തിൽ മുങ്ങി. ഇന്ന് കാലവർഷവും എത്തി. തോടുകളുടെ കയ്യേറ്റവും കനാലുകളുടെ കയ്യേറ്റവും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇതുവരെ അതിന് പുല്ലുവില പോലും നൽകാതെ ഒന്ന് ഗൗനിക്കുക കൂടി ചെയ്യാതെ ഇരിക്കുന്ന ഭരണ സംവിധാനമാണ് ഇവിടെ മുൻപോട്ട് പോകുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിപ്പോൾ വൈറ്റ് സ്വാൻ TV ന്യൂസ് പുറത്തുവിടുന്നത്. ഇനി ഞാനൊരു ഉത്തരവ് കാണിക്കാം. 2022 ഒക്ടോബറിൽ ഇറങ്ങിയ ഉത്തരവാണിത്. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ആളുടെ ലിസ്റ്റ് ഞങ്ങൾ ഇതോടൊപ്പം പുറത്തുവിടുകയാണ്. കൊച്ചി നഗരവും അനുബന്ധ നഗരങ്ങളായ കളമശ്ശേരിയും തൃക്കാക്കരയും 2 മഴയോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ആരാണ് ഈ ദുരിതത്തിന് ഉത്തരവാദി എന്നാണ് ഉയരുന്ന ചോദ്യം. കാലവർഷം ശക്തിയാകുമ്പോൾ മാത്രം ഇത്തരം ചോദ്യവുമായി ഇറങ്ങുന്നവർ മഴക്കാലത്തിന് മുൻപ് തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. കോർപ്പറേഷൻ അധികൃതരും ഭരണക്കാരും ചേർന്ന് കൊച്ചിക്കാരെ വെള്ളത്തിൽ മുക്കുകയാണെന്ന് ഏറ്റവും ചുരുക്കി പറയാം. ഇടപ്പള്ളിയിലും തൃക്കാക്കരയിലും കളമശ്ശേരിയിലും രൂപപ്പെട്ട വെള്ളക്കെട്ട് ആരെയും ആശങ്കയിലാക്കുന്നതായിരുന്നു. മഴക്കാലം തുടങ്ങി. മഴ ഇനിയും കനത്തു തുടങ്ങുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ? ഇടപ്പള്ളി കനാൽ വീതി കൂട്ടി കനാൽ പുനരുജ്ജീവിപ്പിക്കാനായി എടുത്ത തീരുമാനം അട്ടിമറിച്ചത് ആർക്ക് വേണ്ടിയാണെന്നാണ് ചോദ്യം. വാട്ടർ മെട്രോ സർവീസ് നടത്തുന്ന രീതിയിൽ ഇടപ്പള്ളി കനാൽ വീതി കൂട്ടുന്നതിനായി സ്ഥലം ഏറ്റെടുക്കാനും ഇതു സംബന്ധിച്ചുള്ള ആഘാത പഠനം നടത്താനുമാണ് 2022 ഒക്ടോബർ 2 ചേർന്ന യോഗം തീരുമാനിച്ചത്. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട വിവിധ വകുപ്പ് മേധാവികളും വിദഗ്ധരുമൊക്കെ പങ്കെടുത്ത യോഗ തീരുമാനം അട്ടിമറിക്കപ്പെട്ടതിന്റെ തിക്തഫലമാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടപ്പള്ളി നോർത്ത്, ഇടപ്പള്ളി സൗത്ത്, തൃക്കാക്കര നോർത്ത്, വാഴക്കാല, നടമ്പ വില്ലേജുകളിൽ ഉൾപ്പെട്ട 16.3177 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കാനാണ് ശുപാർശയുണ്ടായിരുന്നത്. ഇടപ്പള്ളി കനാൽ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായി സാമൂഹ്യാഘാത പഠനം നടത്താൻ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന VK കൺസൾട്ടൻസി സെന്ററിന് ചുമതല കൈമാറി. ഹിയറിംഗ് നടത്തി. പഠന റിപ്പോർട്ടും ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിച്ചതോടെയാണ് പദ്ധതിയിൽ മെല്ലെപ്പോക്കുണ്ടായത്. ജില്ലാ കളക്ടർ റിപ്പോർട്ടിൽ പഠനം നടത്തി സർക്കാരിന് സമർപ്പിച്ചു. റവന്യൂ വകുപ്പ് വിഷയത്തിൽ വിശദമായ പരിശോധന നടത്തി. സമിതിയുടെ ശുപാർശയും കളക്ടറുടെ റിപ്പോർട്ട് സഹിതം വ്യവസ്ഥകളും ചട്ടങ്ങളും പാലിച്ച് നടപ്പാക്കാനായി ഉത്തരവിട്ടു. റവന്യൂ അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ നാസർ IASന്റെ ഉത്തരവിൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. ഇടപ്പള്ളി കനാൽ പുനരുജ്ജീവന പദ്ധതി ചുവപ്പ് നാടയിൽ കുരുങ്ങാനുണ്ടായ സാഹചര്യം എന്തെന്ന് ആർക്കും വ്യക്തമല്ല. ഉന്നതമായ രാഷ്ട്രീയ ഇടപെടലാണ് ഇടപ്പള്ളി കനാൽ വികസനം പാളിയതെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. സാമൂഹ്യ പ്രത്യാഘാത പഠന റിപ്പോർട്ട് വിലയിരുത്തുന്നതിനായി 2022 ജൂലൈ 15 എറണാകുളം കളക്ടറേറ്റ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കൊച്ചി കോർപ്പറേഷനിലെയും തൃക്കാക്കര, കളമശ്ശേരി മുനിസിപ്പാലിറ്റികളിലെയും ജനപ്രതിനിധികളും വിദഗ്ധ സമിതി അംഗങ്ങളും കൊച്ചി വാട്ടർ മെട്രോ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. വിദഗ്ധ സമിതി ചെയർപേഴ്സൺ സവിത ഷേണായുടെ 4/8/2022 നിർദ്ദേശത്തിൽ സാമൂഹ്യാഘാത പഠന റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്നായിരുന്നു വിലയിരുത്തൽ. അതിനാൽ വീണ്ടും വ്യക്തതയോടെ പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു. ഇടപ്പള്ളി കനാൽ നവീകരണത്തിനായി പൊന്നും വില നൽകി സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പുതിയ സാമൂഹ്യ പഠന റിപ്പോർട്ട് വിലയിരുത്താനുമായി 3/9/22 കൊച്ചി മെട്രോ ഡെപ്യൂട്ടി കളക്ടറുടെ ചേംബറിൽ വീണ്ടും യോഗം ചേർന്നു. കോഴിക്കോട്ടെ VK കൺസൾട്ടൻസിക്ക് വേണ്ടി VK ബാലൻ,
ഈ യോഗത്തിൽ തൃപ്തികരമായ വിശദീകരണം നൽകിയെന്നാണ് രേഖകൾ പറയുന്നത്. BK കൺസൾട്ടൻസിയുടെ വിശദീകരണത്തോടെ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് യോഗം ശുപാർശ ചെയ്തു. കനാൽ വികസിപ്പിച്ച് വാട്ടർ മെട്രോയ്ക്ക് ഗതാഗതത്തിന് ഉതകുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നത് കൊച്ചിയുടെ വികസനത്തിന് അനിവാര്യമാണെന്നായിരുന്നു യോഗത്തിന്റെ ശുപാർശ. കൊച്ചി നഗരത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുക, ശാസ്ത്രീയമായ ജലമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നടപ്പാക്കുക എന്നിവയും നഗരത്തിലുണ്ടാവുന്ന വെള്ളപ്പൊക്ക പശ്ചാത്തലത്തിൽ നഗരത്തിലെ വെള്ളപ്പൊക്കം അവസാനിപ്പിക്കാനും ഈ പദ്ധതി വഴിവെക്കുമെന്നായിരുന്നു വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഇടപ്പള്ളി കനാൽ നവീകരണ പദ്ധതി നടപ്പാക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രയോജനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാവുന്ന സാമൂഹ്യ ചെലവുകളെയും സാമൂഹ്യ പ്രത്യാഘാതങ്ങളെയും അപേക്ഷിച്ച് വളരെ വലുതാണെന്നും എന്നാൽ ഏറ്റെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ അളവ് പദ്ധതിയുടെ വിജയത്തിന് അനിവാര്യമാണെന്നും വിദഗ്ധ സമിതിയുടെ ശുപാർശയിൽ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിക്കാവുന്നതാണെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ആർക്കും വ്യക്തമല്ല. 12/9/2022 സവിത ഷേണായി സമർപ്പിച്ച റിപ്പോർട്ടിനെ കുറിച്ച് പിന്നീട് ആരും അന്വേഷണം പോലും നടത്തിയില്ല. ഉന്നതമായ ഇടപെടലുകൾ ഉണ്ടായതോടെ ജനപ്രതിനിധികളും പദ്ധതിയെ കുറിച്ച് മൗനത്തിലായി. ഇടപ്പള്ളി കനാൽ കയ്യേറിയവരിൽ പ്രമുഖരുണ്ട്. ലുലു മാളും വൻകിട ഫ്ളാറ്റ് നിർമ്മാതാക്കളും ഉൾപ്പെടെ ആരോപണങ്ങൾ നേരിട്ടതാണ്. നിരവധി കയ്യേറ്റക്കാർ ഇടപ്പള്ളി തോട് നവീകരണത്തെ അട്ടിമറിച്ചതിന്റെ ദുരിതമാണ് കൊച്ചിക്കാർ ഇപ്പോൾ അനുഭവിക്കുന്നത്. പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിലെ ആവേശം നടത്തിപ്പിൽ ഉണ്ടാവുന്നില്ല. മഴ ശക്തമായതോടെ ഇടപ്പള്ളിയും തൃക്കാക്കരയും കളമശ്ശേരിയും വെള്ളത്തിലായി. ജനങ്ങൾ ദുരിതത്തിൽ നീന്തുമ്പോഴും വെള്ളപ്പൊക്കത്തിനുള്ള കാരണങ്ങൾ ആരും തിരക്കുന്നില്ല. പറയേണ്ടവർ മൗനത്തിലും. ഇടപ്പള്ളി തോട് വൃത്തിയാക്കി അവിടെ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം നടത്താതെ ഇടപ്പള്ളിയിലും തൃക്കാക്കരയിലും കളമശ്ശേരിയിലുമുള്ള വെള്ളക്കെട്ടുകൾക്ക് പരിഹാരം ഉണ്ടാവില്ല. ഇതിനൊരു അറുതി വരില്ലെന്ന സത്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഞങ്ങളൊരു അന്വേഷണ പരമ്പര ആരംഭിക്കുകയാണ്. എടപ്പള്ളിയെയും പരിസര പ്രദേശങ്ങളെയും മുക്കിക്കൊല്ലുന്നതിന് കാരണം കൊച്ചി കോർപ്പറേഷന്റെ നിലപാടാണോ, കളമശ്ശേരി നഗരസഭയുടെ നിലപാടാണോ, തൃക്കാക്കര നഗരസഭയുടെ നിലപാടാണോ എന്ന് അറിയണം. കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷവും കളമശ്ശേരി ഭരിക്കുന്നത് ഇടതുപക്ഷവും തൃക്കാക്കര ഭരിക്കുന്നത് UDF-ഉമാണ്. ഈ മുന്നണികൾക്കെല്ലാം തുല്യമായ ഉത്തരവാദിത്തമുണ്ട് ഈ വിഷയത്തിൽ. ഗവർണറിന്റെ ഉത്തരവ് പ്രകാരം ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി ഇറക്കിയിട്ടുള്ള ഉത്തരവാണിത്. ഈ ഉത്തരവ് നടപ്പിലാക്കാനോ മുൻപോട്ട് കൊണ്ടുപോകാനോ അധികൃതർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതൊരു ഗുരുതര വീഴ്ചയാണ്. കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അനാസ്ഥ തന്നെയാണ്. തൃക്കാക്കര MLA-യും ഇടപ്പള്ളിയിലെ MLA ആയ മന്ത്രിക്കും ഈ ചതിയിൽ നിന്നും ഒഴിവാകാൻ പറ്റില്ല. വരും ദിവസങ്ങളിൽ ഇടപ്പള്ളി കനാൽ ആരൊക്കെ കൈയേറിയെന്നും ഇതിന് പിന്നിൽ ഏതൊക്കെ ഉന്നതരാണെന്നും ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കും. കാരണം ഇത് ഇവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന്റെ പ്രശ്നമാണ്. ഈ പദ്ധതികളൊന്നും ഇനിയും കേരളത്തിൽ നടപ്പിലായില്ലെങ്കിൽ ജനങ്ങൾ വെള്ളക്കെട്ടുകളിൽ മുങ്ങി മരിക്കും. 2018 കേരളം കണ്ടതിനേക്കാൾ വലിയ പ്രളയവും എത്തും. ആളുകൾ ഓരോരുത്തരായി മുങ്ങി മരിച്ചുകൊണ്ടിരിക്കും. കണ്ടെത്തണം നമ്മളെ ഈ ദുരിത കയത്തിലാക്കിയവരെ. നിയമത്തിനു മുൻപിൽ എത്തിക്കണം തോട് കയ്യേറ്റം ചെയ്ത വൻ മാഫിയയെ. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഞങ്ങൾ ഇറങ്ങുകയാണ് ജനങ്ങൾക്കിടയിലേക്ക്. ഒരു അന്വേഷണ പരമ്പരയുമായി സത്യം പുറത്തു വന്നിരിക്കും.